നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് അവിടുത്തെ വോട്ടർമാർ. ഓരോ സ്ത്രീകൾക്കും 1 ലക്ഷം വീതം അക്കൗണ്ടിൽ ഇടും എന്ന വാഗ്ദാനം തന്നെ ഒരു കടന്ന കൈയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അതും കടന്നു വേറെ ലെവലിലൊക്കെ ആയിരിക്കുകയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ്. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ ഓരോ ഭാര്യമാർക്കും 1 ലക്ഷം വീതം എന്ന കടും കൈകൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കാന്തിലാൽ ഭൂരിയ. എന്നാൽ ഇത് ഇദ്ദേഹം സ്വന്തം നിലയ്ക്ക് പറയുന്നതാണോ? അങ്ങനെ കരുതിയാൽ അത് തെറ്റി. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉദ്ധരിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉദ്ധരിച്ച് രത്നം സീറ്റിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി കാന്തിലാൽ ഭൂരിയ തന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഓരോ വീട്ടിൽ നിന്നും സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ ലഭിക്കും എന്നാണ് ഒരു പൊതു റാലിയിൽ വെച്ച് അവകാശപ്പെട്ടത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്നത് പോലെ ഓരോ സ്ത്രീകൾക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ലഭിക്കും. ഓരോ വീട്ടിലും സ്ത്രീകൾക്ക് 1 വീതം ലക്ഷം രൂപ ലഭിക്കുമെന്നും ഭൂരിയ പറഞ്ഞു. ഇനി അഥവാ ആർക്കെങ്കിലും 2 ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് 2 ലക്ഷം രൂപ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഭൂരിയ തമാശയ്ക്ക് പറഞ്ഞതാണോ അതോ ചില പ്രത്യേക മനോഭാവങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്നതും വ്യക്തമല്ല. എന്തായാലും അതിഭീകരമായ പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസ് ഇത്തവണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഏത് വിധേനയും അധികാരത്തിലെത്തുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് സമ്മതിദായകർക്ക് വാഗ്ദാന പെരുമഴ തന്നെ കോൺഗ്രസ് നടത്തുന്നതും. കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പയറ്റി തെളിഞ്ഞ അടവാണിതെന്ന് പറയാതെ വയ്യ. കർണാടകയിൽ ഇത്തരത്തിൽ സൗജന്യ യാത്രയടക്കം വാഗ്ദാനം നൽകിയതിനാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് പോലും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വലയുകയാണ് കർണാടക. എന്നാൽ രാജ്യം തകർന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. അതിന്റെ ഭാഗമായാണ് സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർന്നാലും എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്ന നിലപാടുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതും.